ഹായ്. അപ്പോൾ നമ്മൾ ചെറിയൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനാണ്. നിങ്ങൾക്ക് കുറേ പ്രശ്നം ചെറിയ ടോപ്പിക് ആണെന്നുണ്ടെങ്കിലും എസ്സേ ആയിട്ടും അല്ലെങ്കിൽ 5 മാർക്സിനൊക്കെ ചോദിക്കുന്ന അല്ലെങ്കിൽ 4 മാർക്സിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് എന്താണെന്ന് നോക്കാം. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. അപ്പോൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ടും അറിയേണ്ടത് ഈ പറയുന്ന അക്കൗണ്ടുകളൊക്കെ എവിടെയാണ് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡീലർ കോൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോഡേൺ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അറിയാൻ വേണ്ടി നമുക്കൊരു കോഡ് എന്നുള്ള രീതിയിലാണ് ഡീലർ എന്ന് പറയുന്നത്. അതെന്താണ് പറയുന്നത്? ആദ്യത്തെ 3 വേർഡ്സ് അല്ലെ, ആദ്യത്തെ 3 ആൽഫബറ്റ്സ് DEA, ഡ്രോയിങ്സ്, എക്സ്പെൻസസ് അല്ലെങ്കിൽ അസറ്റ്. ഇത് 3ന് ഡെബിറ്റ് ബാലൻസ് ആണ്. പിന്നെ വരുന്ന ലൈബിലിറ്റി, ഇക്വിറ്റി ഓർ ക്യാപിറ്റൽ, റവന്യൂ എന്ന് പറയുന്ന 3 ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ ഈ പറയുന്ന ഇതിൽ ഏതെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഫസ്റ്റ് വൺ കൊടുത്തേക്കുന്നത് എന്താണ്? ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്ത് ബാലൻസ് ആണ് വരുന്നത്? നമുക്ക് ഓൾറെഡി അറിയാം. ക്യാപിറ്റൽ, ഇക്വിറ്റി ഓർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ബാലൻസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ഡ്രോയിങ്സ് ഡയറക്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, അടുത്തത് മെഷീനറി എന്ന് പറഞ്ഞാൽ അസറ്റാണ്. അസറ്റിന് എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. സോ മെഷീനറി നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ വരുന്നത് സെയിൽസ് ആണ്. സെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ റവന്യൂ ആണ്. ഓക്കെ, സെയിൽസ് എന്ന് പറഞ്ഞാൽ റവന്യൂയുടെ അണ്ടറിൽ വരുന്നതാണ്. റവന്യൂവിന് എന്ത് ബാലൻസ് ആണ് കൊടുത്തേക്കുന്നത്? യെസ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, അടുത്ത് വരുന്നത് പർച്ചേസ് എപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നതാണ്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിന് എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. സോ പർച്ചേസസും ഡെബിറ്റ് ബാലൻസ് ആണ് വരുന്നത്. അടുത്തത് വേജസ്, സാലറീസ്. ഇതെല്ലാം നമ്മുടെ ഫേമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നമുക്ക് എക്സ്പെൻസുകളാണ്. സോ എക്സ്പെൻസിന് എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, പിന്നെ വരുന്ന ഡെറ്റേഴ്സ് ആണ്. ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ള ആൾക്കാരാണ്. ഫ്യൂച്ചറിൽ നമുക്ക് പൈസ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി എന്തായിരിക്കും വരുന്നത്? അസറ്റ് ആണ്. സോ അസറ്റിന് എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ള ആൾക്കാരാണ്. അതെന്ന് പറഞ്ഞാൽ ഏതിൻ്റെ അണ്ടറിലായിരിക്കും വരുന്നത്? ലൈബിലിറ്റീസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. സോ ലൈബിലിറ്റീസിന് എന്ത് ബാലൻസ് ആണ് വരുന്നത്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു കോഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഓരോ ഐറ്റംസ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഓരോത്തിൻ്റെ അണ്ടറിൽ ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. താങ്ക് യു.